वीडियो वीडियो अच्छा उम्र कितना ना ये संस्थान उम्र कितना मिले वो थोड़ा गर्ती करता है പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ദൃശ്യം പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം. അന്യസംസ്ഥാനത്തൊക്കെ ജോലി നോക്കുന്ന അല്ലെങ്കിൽ അന്യസംസ്ഥാനത്തിലേക്ക് ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ അംഗങ്ങളായിട്ടുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഒന്ന് പങ്കുവയ്ക്കണം. ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ ഒരു യുവതിയെ കണ്ടോ, ഏകദേശം ഒരു 30-35 വയസ്സിനകത്ത് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു യുവതിയാണ്. ഇവർ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷന് മുൻവശത്തുള്ള കൊല്ലം കണ്ണനല്ലൂർ റോഡിലെ ആ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയായിരുന്നു. ഒരാഴ്ചയായിട്ട് ഇവർ ഇവിടെ തന്നെ കുത്തിയിരിക്കുകയായിരുന്നു. സമീപത്തെ കടക്കാർ നൽകുന്ന ചായയും അതുപോലെ എന്തെങ്കിലും ചെറിയ ആഹാര പദാർത്ഥങ്ങളും മാത്രം കഴിച്ചുകൊണ്ടാണ് ഇവർ ഇത്രയും ദിവസം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ തന്നെ ഇവിടുന്ന് ഈ ഇരിപ്പ് നിന്നും മാറത്തില്ലായിരുന്നു. ഇവരിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഏതായാലും ഇന്ന് അവിടുത്തെ കുറച്ച് കടക്കാർ പിന്നീട് ഇവരെ കണ്ടതിന് ശേഷം അവിടുത്തെ കുറച്ച് കടക്കാർ ചേർന്ന് ഇന്ന് അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അതായത് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിലെ അബു താഹിർ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അറിയിക്കുകയും അദ്ദേഹവും പിന്നീട് ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേഷും ബാബുവും ശ്യാമും ചേർന്ന് ഇവിടെ എത്തുകയും പിന്നീട് ഇവരോട് സംസാരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ഇവർ മറ്റൊന്നും തന്നെ സംസാരിക്കുന്നില്ല. ഒരു പേര് മാത്രമാണ് സംസാരിക്കുക. പേര് പൂനം എന്ന മാത്രമാണ് സംസാരിക്കുക. ഹിന്ദിയാണ് ഇവരുടെ ഭാഷ. എന്നാൽ വേറെ ഒന്നും സംസാരിക്കുന്നില്ല. അങ്ങനെ ഏതായാലും ഇവരെ ഇവിടെ നിന്നും ജീവകാരുണ്യ പ്രവർത്തകർ എല്ലാവരും ചേർന്ന് ഇവരെ ആംബുലൻസിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ അസുഖങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്ത ശേഷം ഇവർക്ക് പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങി നൽകി ഇവരെ വൃത്തിയാക്കിയ ശേഷം ഇവരെ കൊല്ലത്ത് മഹിളാ മന്ദിരത്തിലേക്ക് താൽക്കാലികമായി മാറ്റിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മൾ ഈ കാണുന്ന ഓരോ പ്രേക്ഷകരും എത്രയും പെട്ടെന്ന് ഈ വീഡിയോ പരമാവധി ഒന്ന് പങ്കുവയ്ക്കണം. വലിയ പ്രായമൊന്നുമില്ലാത്ത ചെറിയ ഒരു സ്ത്രീയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. ചിലപ്പോൾ ബന്ധുക്കളെ നിന്നൊക്കെ തെറ്റിപ്പോയത് കൊണ്ട് ചിലപ്പോൾ മാനസികമായി എന്തെങ്കിലും വിഷമം ഉള്ളതായിരിക്കും. ആരോടും മിണ്ടുന്നില്ല, ആളാകെ വിഷാദത്തിലാണ്. ഏതായാലും എത്രയും പെട്ടെന്ന് ബന്ധുക്കൾ ആരെങ്കിലും കാണട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് നമ്മളെല്ലാവരും വീഡിയോ പരമാവധി ഒന്ന് പങ്കുവയ്ച്ച് ചിലപ്പോൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആരെങ്കിലും ഈ കൊല്ലത്തോ അല്ലെങ്കിൽ കേരളത്തിലോ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് കണ്ട് ഇവരെ വന്ന് കൂട്ടിക്കൊണ്ടു പോകട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ആശിക്കാം, പ്രാർത്ഥിക്കാം. നിങ്ങൾ ഈ വീഡിയോ പരമാവധി പങ്കുവയ്ക്കുക. इधर देखो ना, इधर देखिए सीधा കടക്കാരെ അറിയിച്ചതനുസരിച്ച് ഒരാഴ്ച കൂടുതലായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ ഇവിടെ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് ബസ് സ്റ്റോപ്പിൽ ഒരാഴ്ച കൂടുതലായിട്ട് ഒരു ലേഡി ഇരിക്കുന്നതായിട്ട് വിവരം പറഞ്ഞതിനനുസരിച്ച് സാമൂഹിക പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേശനെ വിളിച്ച് വിവരം അറിയിക്കുകയും ഗണേശനെ ഇപ്പോൾ അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ച് അവർ പ്രഗ്നന്റ് ആണെന്നൊരു സംശയം പറയുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതൊന്ന് കൺഫേം ചെയ്തിട്ട് അവരെ ഏതെങ്കിലും ചികിത്സാ സംബന്ധമായി എവിടെയെങ്കിലും ആക്കാനാണ് ഗണേശൻ അറിയിക്കുന്നത്. ഒരാഴ്ചക്കാലമായിട്ട് ഈ കടക്കാർ കൊടുക്കുന്ന വടയും സ്നാക്സും ചായയും മാത്രമാണ് അവരുടെ ഭക്ഷണം. അവിടെ നിന്ന് പ്രാഥമിക കർമ്മങ്ങൾക്ക് പോലും പോകുന്നതായിട്ട് അറിയാൻ സാധിക്കുന്നില്ല. അങ്ങനെ കടയിൽ ഉള്ള അവരുടെ വിവരപ്രകാരം ഗണേശൻ വിവരം അറിയിക്കായിരുന്നു. നമ്മളെ കടയിൽ നിന്നാണ് ചായയും എല്ലാം പൊരിപ്പൊക്കെ കൊണ്ട് കൊടുക്കുന്നത്. ഊണൊന്നുമില്ല, അവർ കഴിക്കുന്നില്ല. രാത്രിയൊക്കെ ഒറ്റയ്ക്കാണ് അവര്. സംസാരിക്കുകയോ പിടിക്കുകയൊന്നും ചെയ്യുന്നില്ല അതുമായിട്ട്. പിന്നെ നമ്മളാണ് ഈ ആഹാരങ്ങളൊക്കെ ഇവിടെ നിന്നാണ് കൊണ്ട് കൊടുക്കുന്നത്. ഡൗട്ട് മാത്രമേ ഉള്ളൂ, നമുക്ക് അതിനെ പറ്റി അറിഞ്ഞോടുള്ളൂ. എപ്പോഴും ഓപ്പൺ പ്ലേസ് അല്ലേ, അത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. കൊണ്ടുപോകും.
കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അലഞ്ഞു തിരിഞ്ഞ് കാണപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളിയായ പൂനം എന്ന സ്ത്രീയെ ജീവകാരുണ്യ പ്രവർത്തകനായ ഗണേശൻ പാർട്ടിയും ചേർന്ന് മെഡിക്കൽ പരിശോധന നടത്തിയിട്ട് ഇതിന്റെ ബന്ധുക്കളെ തിരിച്ചറിയുന്നതിലേക്ക് വളരെ താൽക്കാലികമായി കരിക്കോട് മഹാമന്ദിരത്തിൽ താമസിപ്പിച്ചു വരുന്നതാണ്.